दुख संकट से बचाता वो है हमारा राजा राजा। दुख संकट से बचाता हम पर अपनी करुणा करता और करता उपकार। यूं ना उस पर तन मन हार दे अपना अधिकार। ओ जय जयकार जय जयकार करे। ओ जय जयकार जय जयकार करे। संकट से बचाने वाला, हम पर अपनी करुणा प्रकट करने वाला തന്റെ കരുണ നമ്മോട് പ്രകടമാക്കുന്ന ദൈവം एक अच्छा पिता। നല്ലൊരു പിതാവ്। भजन संहिता 103 का 13 में ऐसे लिखा है, സങ്കീർത്തനം 103:13 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, like us father or the parents loves or have compassion on his children, so our Lord, he is compassionate over us. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു। एक पिता कैसे उनका बच्चा के ऊपर तरस रखते, वैसे अपने ऊपर तरस रखने वाला परमेश्वर। അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു। परमेश्वर के वचन में माँ का प्यार का बारे में बताया है, ദൈവവചനത്തിൽ ഒരു മാതാവിന്റെ സ്നേഹത്തെ പറ്റി പറയുന്നുണ്ട്। लेकिन पिता का दया, पिता का तरस, उसके बारे में പക്ഷെ ഒരു അപ്പന്റെ ദയ, ഒരു അപ്പന്റെ കരുണ തോന്നുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്। परमेश्वर का वचन हमें सिखाते हैं। ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു। ओल्ड टेस्टमेंट में ऐसे हम काफी अच्छे अच्छे पिता लोगों को देख सकते हैं। പഴയ നിയമത്തിൽ ഒരു നല്ല പിതാക്കന്മാരെ കാണുവാൻ സാധിക്കും। सब कुछ माफ करने के लिए तैयार है वैसे पिता लोग। എല്ലാം ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന ഒരു പിതാവ്। ओल्ड टेस्टमेंट में ऐसे हम काफी पापा से दूर भाग गया बेटाओं को हम देख सकते हैं। പിതാവിൽ നിന്ന് ദൂരെ ഓടിപ്പോയ അനേക കുഞ്ഞുങ്ങളെയും പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്। जेकब ऐसे एक व्यक्ति था, യാക്കോബ് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു। पापा को भाई को धोखा देके भागा व्यक्ति। പിതാവിനെയും സഹോദരനെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് ഓടിപ്പോയ ഒരു സഹോദരൻ। लेकिन हम एक इसहाक को देख सकते हैं, പക്ഷെ നമുക്കൊരു ഇസഹാക്കിനെ കാണുവാൻ സാധിക്കും। दिल से दया किया, प्यार किया, माफ किया, एक इसहाक। ദയ കാട്ടിയ, സ്നേഹം കാണിച്ച, ക്ഷമിച്ച ഒരു ഇസഹാക്ക്। दाऊद का पहलोटा, उसका संतान अबशालोम ദാവൂദിന്റെ മകനായ അബ്ശലോമോൻ बहुत बड़ा गलत काम किया। ഒരു വലിയ പാപം ചെയ്തു। दाऊद ने भागा, ദാവൂദ് ഓടി, डर के भागा। പേടിച്ച് ഓടി। लेकिन जब अबशालोम का मृत्यु का खबर दाऊद के पास पहुंचा, പക്ഷേ അബ്ശലോമന്റെ മരണത്തിന്റെ വാർത്ത ദാവൂദ് കേട്ടപ്പോൾ हम ये बात देख सकते हैं, നമുക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും। कैसे दाऊद रो रहे, എങ്ങനെ ദാവൂദ് അവിടെ കരയുകയാണ്। हे मेरा बेटा अबशालोम, എന്റെ മകനായ അബ്ശലോമേ, हे मेरा बेटा अबशालोम। എന്റെ മകനായ അബ്ശലോമോൻ। हम अबशालोम को जुना नियम का उड़ाव पुत्र बुला सकते हैं। നാം പഴയ നിയമത്തിന്റെ മുടിയനായ പുത്രൻ എന്ന് അബ്ശലോമിനെ വിളിക്കുവാൻ अबशालोम को സാധിക്കും। जुना नियम का उड़ाऊ पुत्र बुला सकते हैं। പഴയ നിയമത്തിലെ മുടിയനായ പുത്രൻ എന്ന് അബ്ശലോമിനെ വിളിക്കുവാൻ സാധിക്കും। ആവർത്തന പുസ്തകം 21 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, വ്യവസ്ഥ വിവरण 21 अध्याय में ऐसा लिखा है। 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, उसके 8वें आयत से ഒരു വീട്ടിൽ ഒരു മകൻ അപ്പനോടും അമ്മയോടും റിബലിയസ് ആയാൽ, ഒരു വീട്ടിൽ ഒരു മകൻ അപ്പനോടും അമ്മയോടും റിബലിയസ് ആയാൽ, एक बेटा अगर अपने घर पर अपने माता पिता के साथ वो बलवा करने लग जाए,
അവനെ പട്ടണത്തിന്റെ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് उसको अपने देश के बीच में बड़ों के बीच में लेकर आकर അവനെ കല്ലെറിയണമെന്ന്, उसको पत्थरवाह करना है, അവനെ കല്ലെറിയണമെന്ന്. उसको पत्थरवाह करना है. ഹല്ലേലൂയ. हालेलुया. അബ്ശാലോമിനും അതാ പറ്റിയത് കേട്ടോ. अबशालोम के साथ भी वही हुआ था. ഉറിയൻ പുത്രനായിരുന്നു. वो उड़ाऊ पुत्र था. ദാവീദ് നല്ല കരുണയുള്ളവനാ. दावीद बहुत दया वाला व्यक्ति था. പക്ഷെ ദാവീദിനെ സ്നേഹിക്കുന്നവർ അവന്റെ മേൽ ഒരു കൽക്കൂന അവന്റെ മേൽ ഉയർത്തി. लेकिन दाऊद को जो प्रेम रखते हैं उसको उसके ऊपर एक बहुत बड़ा पत्थर का एक झुंड ही इकट्ठा कराया गया, उसको नाश कर दिया गया. അതാ പഴയ നിയമം പഠിപ്പിക്കുന്നത്. वो है पुराना नियम जो हमें सिखाती है. കേൾക്കുന്ന ദൈവമക്കളെ, लेकिन हमें सुनने वाले प्रियजनों, ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ आप जब हम नए नियम पर प्रवेश करते हैं, പഴയ നിയമം ആവർത്തനം 21 അനുസരിച്ച്, पुराना नियम में व्यवस्था विवरण 21वें अध्याय के अनुसार, ആവർത്തനം 21 അനുസരിച്ച് व्यवस्था विवरण 21वें अध्याय के अनुसार കൊല്ലണ്ട മകൻ, तो पत्थरवाह करना था वो ऐसा बेटा को. ആ മകന് വേണ്ടി വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുന്നു. उस बेटा को इंतजार करते हुए बैठने वाले एक पिता को हम देख सकते हैं. എല്ലാം ക്ഷമിച്ചിട്ട് सब कुछ माफ करके അവൻ മടങ്ങി വരുന്ന തീയതി നോക്കി वो वापस कब लौट कर आएगा वो അങ്ങ് सोचकर ദൂരെ കണ്ണ് നട്ട്, दूर से अपनी आंखें लगाकर, അറിയാമോ, മകൻ മടങ്ങി വരുമ്പോൾ जब वो लौट आएगा, വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരികയാണ്. सालों के बाद अपना बेटा लौट आ रहा है. അവന്റെ രൂപം മാറി, उसका रूप बदल गया, അവന്റെ വസ്ത്രങ്ങളുടെ രീതി മാറി. उसके वस्त्र कपड़े पहनने का ढंग बदल गए. പക്ഷെ ദൂരത്തു നിന്ന് അപ്പൻ തിരിച്ചറിഞ്ഞു. लेकिन दूर से ही पिता ने उसे समझ लिया. നിങ്ങൾക്കറിയാമോ, क्या आप जानते हो, അപ്പൻ ആ വാതിൽക്കലേക്ക് ഓടുകയാ. पिता उस दरवाजे की ओर दौड़ कर जाता Running है. towards the city gate. वो उस सिटी गेट के द्वार की ओर സിറ്റി भागता है. ഗേറ്റിലേക്ക് അപ്പൻ ഓടുകയാ. सिटी गेट की ओर वो पिता भागता है. There is a story. एक कहानी उसके पीछे है. The story എന്നറിയാമോ? वो कहानी क्या है? ഇങ്ങനെ ഒരു മകൻ തലതിരിഞ്ഞ് ഗ്രാമം വിട്ടുപോയാൽ, ऐसा एक बेटा अगर बात न मानकर बलवा करके गांव छोड़कर चला गया, ഈ ഗ്രാമക്കാർ വന്നിട്ട് तो ये गांव के लोग आकर പറയുന്നത് അവരുടെ കയ്യിൽ ഒരു കലശം ഉണ്ടായിരിക്കും, ഒരു പോട്ട് ഉണ്ടായിരിക്കും. आकर एक घड़ा उनके पास, एक मटका उनके हाथ में होता എല്ലാം ഈ है പോട്ട് കൊണ്ടൊന്ന് ഉടയ്ക്കും. और ये मटका लाकर फोड़ा जाता है, ബ്രേക്ക് ചെയ്യും. उसे फोड़ दिया जाता है ഡിസിഷനാ. और एक निर्णय वो ले रहे ഇവനെ हैं ഇതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യണം. कि इसको भी ऐसा ही So if सत्यानाश something is करना है. happening in a Jewish village, something like that, अगर यहूदी के गांव में अगर ऐसी कोई बात घटना हो when जाती the है, prodigal son returns, अब उड़ाऊ पुत्र जब वापस लौट कर आता है, ഗ്രാമക്കാർ പറയും, ദേ മുടിയൻ പുത്രൻ തിരിച്ചു വരുന്നു. गांव के लोग कहते हैं कि देखो उड़ाऊ पुत्र वापस आ गया. അവരെല്ലാവരും ആ പോട്ട് കൊണ്ടുവരികയാ. सभी लोग अभी वो मटका The लेकर आए pot हैं. for judgment. उस न्याय का पॉट, The pot for judgment. न्याय करने के लिए एक ഇവനെ मटका, ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു കലശം കൊണ്ട് വരികയാ. इसको सत्यानाश करने के एक मटका लेकर आया हुआ है. പക്ഷേ लेकिन അവരൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ वे लोग अपने घर से निकलने से അപ്പൻ എഴുന്നേറ്റ് पहले ഓടുകയാ. पिता उठकर भागने അപ്പൻ लगता എഴുന്നേറ്റ് है. ഓടുകയാ. पिता उठकर भागने ഇവന്റെ മുമ്പിൽ लगता है. കലശങ്ങൾ ഉടയ്ക്കപ്പെടുന്നതിന് മുമ്പേ, इसके सामने मटका तोड़ा ഇവനെ जाने എറിയാൻ से पहले, ഗ്രാമക്കാരെ കല്ലെറിക്ക് എടുക്കുന്നതിന് മുമ്പേ, इसको पत्थरवाह I have करने to से पहले reach there. मुझे वहां पर पहुंचना है. I have to reach there. मुझे वहां पर എനിക്ക് पहुंचना അവന്റെ है. അടുക്കലേക്ക് ഓടിച്ചെല്ലണം. मुझे उसके पास तक पहुंचना है. അവർക്ക് മനസ്സിലാകുന്നുണ്ട്. कितने लोग समझ पा रहे അപ്പന് നല്ല हैं? വാർദ്ധക്യമാ കേട്ടോ. पिता अभी बूढ़ा हो चुका है. അപ്പന് നല്ല വാർദ്ധക്യമാ. पिता अभी बूढ़ा हो चुका है. വർഷങ്ങൾക്ക് മുമ്പ് പോയ മകനാ മടങ്ങി വരുന്നത്. सालों पहले गया था वो बेटा अभी लौट आ रहा ഓടാൻ है. കാലുകൾക്ക് ബലമില്ല. अब पिता के पैरों पर बल नहीं പക്ഷേ है, അപ്പൻ ഓടുകയാ. लेकिन पिता दौड़ रहा എന്തിനു है. വേണ്ടി ഓടുകയാ? क्यों दौड़ रहा है? ഒരു സ്റ്റോറി പറയുന്നത്, एक कहानी ऐसे ഒരു बताती ചരിത്രം है, പറയുന്നത്, एक कहानी ऐसा അപ്പൻ बताती है, ഓടി സിറ്റി ഗേറ്റിൽ എത്തിയില്ലെങ്കിൽ पिता दौड़ कर अगर वो सिटी ഒരു गेट तक പക്ഷെ नहीं ഗ്രാമക്കാർ पहुंचा ഇവന്റെ മേൽ ന്യായവിധി നടത്തും. तो गांव के लोग इसके ऊपर न्याय चलाएंगे. അങ്ങനെ ഒരു അപ്പനെയാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത് ऐसा കേട്ടോ. एक पिता को नया नियम सिखाती है. യേശു കർത്താവ് ആവർത്തനം 21 ആ വാക്യത്തെ റീറൈറ്റ് ചെയ്തിട്ട് പറയുകയാ, यीशु मसीह व्यवस्था विवरण 21वें अध्याय को वापस लिख कर कह रहा है, എനിക്കൊരു പിതാവിനെ അറിയാം, मैं एक पिता को എന്നെ जानता हूँ, അയച്ചൊരു പിതാവിനെ അറിയാം, मुझे भेजा हुआ एक पिता को ആഴമായി मैं जानता हूँ, സ്നേഹിക്കുന്ന ഒരു പിതാവിനെ അറിയാം, मुझे गहरे में प्रेम करने वाले एक पिता को मैं जानता എല്ലാം हूँ, മറക്കുന്ന എല്ലാം ക്ഷമിക്കുന്ന ഒരു പിതാവിനെ എനിക്കറിയാം. सब कुछ माफ कर देने वाला, सब कुछ भूल जाने वाला एक ന്യായവിധിയുടെ पिता को मैं जानता हूँ. ന്യായവിധിയുടെ കല്ലുകൾ എന്റെ മേൽ നിന്റെ മേൽ വീഴുന്നതിന് മുമ്പേ, न्याय के पत्थर मेरे और आपके ऊपर गिरने से पहले ही
ഓടിയെത്തി ആലിംഗനം ചെയ്യുന്ന ഒരു പിതാവിനെ അറിയാം. दौड़ कर आकर गले लगने वाला एक पिता को मैं जानता हूँ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുവാൻ കഴിയുമോ? क्या आप लोग आज चिल्ला कर कह पाओगे? तुझे चोट में चल पड़ा था. हालेलुया. ढूंढने गए हर जगह खोज में मैं खो गया, खुद को पहचान न सका, रहमत की दरिया में डुबाया मुझे, उससे जरिया बनाकर चलाया मुझे, रहमत के दरिया में डुबाया मुझे, उससे जरिया बनाकर चलाया मुझे. पापा पापा तेरा मैं तेरा, पापा पापा तेरा मैं तेरा, पापा पापा बेटा मैं तेरा, तेरी आंखों की पुतली हूँ पापा, आंखों की पुतली हूँ पापा, तेरी आंखों की पुतली हूँ पापा, तेरी आंखों की पुतली हूँ तेरी आंखों